അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷു ഒക്കെ കഴിഞ്ഞ് വിഷുവിൻ്റെ ക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ. ഒന്ന് വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഒരു 9 മണിയൊക്കെ ആയി നീക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ അമ്മയുടെ അടുത്തേക്കാണ് കേട്ടോ പോണത്. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വിഷുവിൻ്റെ അന്ന് വൈകിട്ട്. എന്നിട്ട് അന്ന് അവിടെ നിന്നു. പിറ്റേ ദിവസം നമ്മൾ കർമ്മയിലേക്ക് ഇന്നലെ കർമ്മയിലൊക്കെ പോയി എല്ലാവരും കൂടെ ഒക്കെ പോയിട്ട് രാത്രി നമ്മളൊക്കെ പോയി ബീച്ചിലൊക്കെ പോയി. നമ്മൾ രാത്രി ഇങ്ങോട്ട് വന്നു. ഷോർട്സ് ആയിട്ടിട്ടുണ്ട് കേട്ടോ. അത് ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം അപ്പം അമ്മ ഇന്നലെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. അപ്പം ഇന്നലെ നമ്മൾ അവിടെയൊക്കെ പോയി വന്നപ്പോഴേക്കും രാത്രി ആയില്ലോ. അപ്പം ഇന്ന് പോവാന്ന് വിചാരിച്ചു. എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകിട്ട് ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരാന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും വിഷുവൊക്കെ അടിപൊളിയായിരുന്നല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുകയാണ്. ഇനി പോയിട്ട് വരാട്ടോ. നമുക്ക് ഇനി വീട്ടിലെത്തിയിട്ട് നമ്മുടെ അടുത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ വണ്ടിയിലാണ് കേട്ടോ ഗൈസ് പോണത്. നമ്മുടെ വണ്ടിയിലാണ് പോണത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇതിലങ്ങോട്ട് പോകും. ഇവിടെ അടുത്ത് തന്നെ അല്ലേ. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് അല്ലേ, കുപ്പി പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ നമുക്കതിനുള്ള ഒരു കട ഉണ്ട്. അപ്പോൾ അവിടെ അത് കൊടുത്തിട്ട് വിൽക്കുകയും ചെയ്യാം. അപ്പോൾ അതിൽ പോയിട്ടുണ്ടെങ്കിൽ രണ്ടുണ്ട് കാര്യം പറഞ്ഞല്ലേ, അതുപോലെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുക്കാനും ഉണ്ട്, നമുക്കിന്ന് അങ്ങോട്ട് പോകാനും ഉണ്ട്, ഒക്കെ കൂടെ. നമുക്ക് പോയിട്ട് വരാം. വെയിലാണ്, നല്ല വെയിലാട്ടോ, സാര വെയിലാണ്. 2-3 ദിവസത്തെ ക്ഷീണമുണ്ട് ഈ വിഷുവിൻ്റെ ഓട്ടപ്പാച്ചിലും പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിൻ്റെ ഒരു മപ്പുണ്ട്, മപ്പ്. കണ്ണൻ്റെ ഡ്രസ്സ് ഓക്കെ അല്ല, അതുകൊണ്ട് വീഡിയോയില് വരുന്നില്ല. ഈ കുഴപ്പമില്ല, കോപ്പറേറ്റ് കിട്ടുന്നൊക്കെ ഡ്രസ്സ്. ഗൈസ് ഇതാണ് വരച്ചില്ലടാ. അതൊക്കെ ഇതാണ് നമ്മുടെ ഗൈസ് വണ്ടി. ഗൈസ് ഇതിലാണ് ഞങ്ങൾ അന്ന് കല്യാണത്തിന് പോയത്. ഇവർ ഇവിടെ എന്നോട് ഇടണ്ടാന്ന് പറഞ്ഞു. നോണ ഷാജേട്ടൻ നമ്മളെ വണ്ടിയിലല്ലേ പോയത്? ഇതിലല്ല പോയി? അല്ലല്ല, ഞങ്ങൾ 4 ആണ് ഇതിലെ പോയിട്ട്. ഒരു പിക്ക് ഉണ്ട് ഞാൻ ഇതിലുണ്ട്. അന്ന് ഇവർക്ക് ഇത്ര നാളെ അല്ല അതിൽ തന്നെ പോയത്. കല്യാണത്തിന് നമ്മുടെ കാവുമ്പുറത്ത് വണ്ടി വെച്ചു, ഇവരുടെ നടന്നു അല്ലേ ഷാജേട്ടാ? വണ്ടിയിലിങ്ങനെ പോണ നമ്മള് കാവുമ്പുറത്തല്ലേ പോയത്. ഗൈസ് നമുക്ക് കോട്ടപ്പുറ ഫെസ്റ്റ് കാണാൻ വേണ്ടി പോകണം. അവിടെ പാമ്പുണ്ട്. എന്താ മോളൊരു പേടി, മോള് പാമ്പിനെ കണ്ട അവിടെ കിടന്ന് ചേറും. പിന്നെ ബാക്കിയുള്ളവർക്ക് എഴുതി വെച്ചത് മോളൊരു പാമ്പിന്റെ ഫോട്ടോ കണ്ട പേടിയാണ്, പാമ്പിനെ കണ്ട പേടിയാണ്. ഗൈസ് പൂജുവിന് ഈ കല്യാണത്തിൽ ഈ വണ്ടിയിൽ പോയി എന്ന് പറഞ്ഞോണ്ടാണ് അവൾ ഇതൊക്കെ പറഞ്ഞത്. ഈ വണ്ടിയിൽ തന്നെ പോയി പൂജുവിന്റെ ഫ്രണ്ട്സ് കേൾക്കും എന്നുള്ളൊരു ഒറ്റ നടക്കണുണ്ടല്ലേ ചേട്ടാ? നമ്മളതിലെ പോയത്, ഷാജേട്ടൻ പറയാം അല്ലേ? നമ്മളിതിലല്ലേ പോയി. എന്താ കുഴപ്പം? ഒരു നമുക്കൊരു കുഴപ്പമില്ല. എന്താ ഇവർക്ക് ഇത്ര പ്രശ്നം? ഞങ്ങൾ ഇതിൽ തന്നെ പോയത് അല്ലേ? ഞാനും ഇതിലെ പോയത്. അടിയാണ് ഗൈസ് ഇവിടെ. ശരി ഞങ്ങളെ പോയി ഗൈസ്. എന്റെ ടോപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ അത് കാണിച്ചു തരാൻ പറഞ്ഞു. ഇത് ഞാൻ ഷോർട്സിലേക്ക് ഇടും. ഷോർട്സ് ടോപ്പ് കാരണം സ്ലീവ്ലെസ് ടീഷർട്ട് ഇട്ടുകൊണ്ട് കണ്ണാണ് ഗൈസ്. നല്ല വിശക്കുണ്ട്. നമ്മളിന്ന് ചായക്കൊന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. അടുക്കണം കടിക്കല്ലേ, നല്ല ചൂടുണ്ട് ഗൈസ്. എന്നെ കാണുന്നുണ്ടോ ഗൈസ്? ഓക്കെ, കടിക്കുന്നു. ഒരു മാക്കാൻ കടിക്കുന്നുണ്ട്. വിശന്നിട്ടാ തോന്നുന്നു. നല്ല ചൂടാണ്. ടീഷർട്ടും വാങ്ങണില്ല, ജീൻസും ഇല്ല. ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. വെയിലാണ്. നമ്മുടെ കണ്ടോര പയറും നമ്മൾ പോയി പൊട്ടിക്കും. എന്താണ് ഒരു വീട്ടിൽ വന്ന് അടിക്കും, അടി കിട്ടാനാണ്. സെക്കൻഡ് ബൈക്ക്
അതെ വ്ളോഗുള്ളതാ. അല്ലെങ്കിൽ രണ്ടാളേലും നാട്ടിൽ കാണുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ്. നമ്മുടെ കക്കഞ്ചിറ അങ്ങാടി എത്താറായി. മോളോന്റെ ഫാൻസ് ഉണ്ടാവും. അയ്യോ ഒരു കാര്യം അത് പറ്റ വിട്ടില്ലേ, റേഷൻ അരി വാങ്ങാണ്ടായിരുന്നു. റേഷൻ കാർഡ് എടുത്തിട്ടില്ല, ചാപ്പ് കൊടുത്തിട്ടില്ല, അരി കഴിഞ്ഞിട്ടുണ്ട്. പോയതാട്ടോ അരി കഴിഞ്ഞോണ്ട് ഇനി കുറച്ച് റേഷൻ മേടിക്കണേ. ഹോട്ടലിൽ ഫുഡ് ഇപ്പൊ കൊടുന്നേരോട്ടാണ് ഹോട്ടലിൽ. അച്ഛന് ഞങ്ങള് പുറത്തു കൊണ്ടുപോയി ഫുഡ് കഴിപ്പിക്കും. ആ ഇത് വിറ്റ പൈസ കൊണ്ട്, നമ്മുടെ പ്ലാസ്റ്റിക് വിറ്റ പൈസ കൊണ്ട് ഒരുപാട് കാലമായി പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. പുറത്തുനിന്ന് വാങ്ങി ഞങ്ങളിവിടെ ഇറങ്ങാണ് കേട്ടോ. പക്ഷെ വണ്ടി എവിടെ ഇടുക? ഒന്നും മിണ്ടല്ലേ ചെക്ക, ഞാൻ അത് പറയട്ടെ. അപ്പൊ നമ്മുടെ മഴ പെയ്തു ഇല്ല വെയിലാട്ടോ. അപ്പൊ ഞാൻ കുട എടുത്തോ. എന്റെ തലമുടി ഓട്ടാൻ. അപ്പോൾ ഇവർക്കാർക്കും കുട വേണ്ട, എനിക്ക് കുട വേണം. ഓക്കെ, അപ്പോൾ അതിന് കളിയാക്കാണ് കേട്ടോ. മഴയാണെന്ന് പറഞ്ഞിട്ട് ഇതാ നമ്മൾ എത്തി. ഇവിടെ നിന്ന് നടക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ മേലെ പോയി ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ 2 വണ്ടി നടക്കണം. അപ്പം ഇങ്ങനെ നടന്ന് നമുക്ക് പോവാം. നമ്മൾ നല്ലോണം നേരം വൈകി. അമ്മ നേരത്തെ എത്താൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ നേരം വൈകി. ഇതാണ് നമ്മുടെ വഴി. ഓക്കെ, ഇങ്ങനെ പോയാൽ ഇവിടെ കുറേ പുരോഗമനമുണ്ട്. അതെ, ഇവിടെ വലിയ വീടുകൾ വന്നിട്ടുണ്ട്, മതിലുകളൊക്കെ വന്നിട്ടുണ്ട്. അല്ല കേട്ടോ, കണ്ണിവിടുന്ന് പോയതോടെ ഇവിടെ എല്ലാം ശരിയായി ഗൈസ്. മറ്റേത് കണ്ണ ഇവിടെ നിന്നായിരുന്നു. കണ്ണം പോയോടുകൂടെ കക്കഞ്ചാര അങ്ങോട്ട് റെഡിയായി. പ്രത്യേകിച്ച് ഞാൻ പോയോടുകൂടെ. അതാണ് സത്യം എന്ന് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കാൻ പാടില്ല. അടിപൊളി. കൈ കടയണം ഗൈസ്. നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. കിടക്കണം. അപ്പോൾ ശരി കേട്ടോ, കൈ കടയുണ്ട്. നമ്മളങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് 1 2 പറഞ്ഞ് അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അടിയൊന്നല്ലേ, ഈ കണ്ണൻകുട്ടീനെ വെറുതെ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലെത്തിയപ്പോൾ അമ്മ അവിടെ പൈപ്പിൻ ചോട്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മേനൊക്കെ കണ്ട് നമ്മൾ നേരെ വീട്ടിൽ കയറി. എടത്തിയമ്മയുടെ അച്ഛനും എടത്തിയമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ നേരെ ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ. അങ്ങനെ പിള്ളേരൊക്കെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. പിങ്കിമ്മ ഫുഡ് കഴിച്ചിട്ട് ഇലയൊക്കെ എടുത്തിട്ട് പോവാണ് കേട്ടോ. ഒറ്റയ്ക്ക് തന്നെയാണ് ഒക്കെ ചെയ്യണത്. നല്ല രസമാണ് കേട്ടോ ആളുടെ കൂടെ വർത്താനം പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാളുടെ അമ്മയല്ല, എൻ്റെ അമ്മ, എൻ്റെ അച്ഛമ്മ. എൻ്റെ അമ്മ ഉമ്മർത്തിരിക്കുന്നു, മായമ്മ അല്ല അമ്മയുടെ അമ്മ മായ, എൻ്റെ അമ്മ ഇത്. അതെ, അപ്പൊ 2 കൈ കൊണ്ട് എൻ്റെ അമ്മനെ കെട്ടിപ്പിടിക്കണം. താങ്കളൊന്നും മാറിപ്പോകും. ഒരു കൈ കൊണ്ട് കുത്തി കെട്ടിപ്പിടിച്ചാൽ നടക്കാൻ പറ്റില്ലെങ്കിൽ അമ്മൻ്റെ 2 കൈ കൊണ്ട് കെട്ടിപ്പിടിക്കണം. എൻ്റെ കുട്ടിയുടെ ഇവിടെ അപ്പൊ കണ്ടിട്ട് അപ്പൊ അതപ്പ അതിന് തലമുട്ടില്ലേ കുട്ടിക്കോട്ടെ. നമുക്ക് എന്താ കണ്ടോ നമ്മുടെ കുട്ടീനെ വേണ്ടേ? അപ്പൊ നല്ല പിങ്കിപ്പട അമ്മ പിങ്കിപ്പനെ കെട്ടിപ്പിടിക്കാറില്ലേ? ഇങ്ങനെ ഉറക്കാം പിങ്കു. അല്ല നിന്റെ കുട്ടി ശരിക്കും ആരാ? അപ്പോ ശരിക്കും ആരാ അന്ന് പറഞ്ഞ ഭദ്രകാളി. 2 രണ്ടുമില്ല കേട്ടോ. ബാബൂസും ഡൂഡൂച്ചും സുബി അല്ല സുബി ഞാൻ മാത്രം. അതെ, മാത്രം. ഇന്നൊരു ഉമ്മതാ, ഞാൻ പറയില്ല. ഒന്ന് ഉമ്മതാ വേഗം. ഇല്ല നമ്മളെ മിഞ്ഞ്. അങ്ങനെ 1 2 പറഞ്ഞാൽ അതിന് ഏഷണ ഉണ്ടാക്കിയിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. ഷാജേട്ടൻ പുറത്ത് പോയിരിക്കായിരുന്നു, കുറച്ച് നേരം വൈകിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഷാജേട്ടൻ വന്നിട്ട് ഷാജേട്ടന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. കഴിച്ചോളാൻ പറഞ്ഞു. കഴിക്കുന്ന സമയത്തേക്ക് എത്തില്ല, കുറച്ച് നേരം വൈകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്നു കേട്ടോ. അമ്മ നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴുത്ത മാങ്ങ എനിക്ക് നല്ല ഇഷ്ടമാണ്. പഴുത്ത മാങ്ങ കറി നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എപ്പോഴെങ്കിലൊക്കെ അല്ലേ കിട്ടുള്ളൂ. പിന്നെ അമ്മ വെച്ചതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പഴുത്ത മാങ്ങയുടെ ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ആ സംഭവമല്ലേ, അതാണ് കേട്ടോ മാങ്ങാക്കറി. അതന്നെ. അപ്പോൾ അതധികം എല്ലാവർക്കും ഓരോന്നും എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായില്ല. എന്നാലും ഉള്ള പോലെയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട മസാല ഉണ്ടായിരുന്നു, ഉപ്പേരി, മുരിങ്ങ ഉപ്പേരിയും അച്ചാറും പുളിയിഞ്ചി പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം അമ്മ വിളമ്പിയിട്ട് ഞാനും അമ്മയും പൂജുട്ടിയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ബാക്കി എല്ലാവരും കഴിച്ചായിരുന്നു. കണ്ണൻകുട്ടിയും ആദ്യം തന്നെ ചെന്നപ്പോഴേ അവനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മാങ്ങാക്കറി ആയിരുന്നേ. ഈ കൊല്ലത്തെ ഫസ്റ്റിലെ മാമ്പഴ പുളിശ്ശേരി അമ്മ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്.
അപ്പോൾ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എഴുത്തമ്മയും പിള്ളേരും ഒന്ന് എഴുത്തമ്മയുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പോവും. കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടൊരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ പോവും. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം ഇനി അമ്മ ഒറ്റയ്ക്കാവും കേട്ടോ അവിടെ. അമ്മയ്ക്കാണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാനും പറ്റില്ല. എന്താ വെച്ചാൽ ഏട്ടനും അനിയനും വർക്കുള്ള കാരണം അവർ വീട്ടിലുണ്ടാവുമല്ലോ. അതുകൊണ്ട് അപ്പം ഞാൻ നാളെ പകൽ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞിട്ടുണ്ട്. ചൂട് പെണ്ണെ ഇട്. അപ്പം തന്നെ നല്ലത് ഉറങ്ങിയാലും ഇത് ചാടി പോയില്ലല്ലോ. മൂത്രം ഒഴിച്ചോട്ടോ. അച്ചു ബായ്. അച്ചു ടാറ്റ ബായ്. ശിങ്കാരിയാണ് ഇത്. ശിങ്കാരി വേഗം വരണേട്ടാ. വരണേട്ടാ അങ്ങോട്ട് കടങ്ങാട്ടി ടാറ്റ. അവരെല്ലാവരും ഇറങ്ങിയപ്പോൾ വീട്ടിലാകെ ആളില്ലാത്ത പോലെ കേട്ടോ. പിള്ളേരെല്ലാവരും ഇറങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കിടന്ന് നല്ല സുഖമായിട്ടൊരു ഉറക്കം ഉറങ്ങി. അപ്പോഴേക്കും ഉറങ്ങി നീട്ടപ്പോഴേക്കും അമ്മ കൊഴുക്കട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കട്ടൻ ചായയും. പിന്നെ രാവിലത്തെ പൂരി ഇരിക്കുന്നുണ്ടായിരുന്നു, കുറച്ച് മസാലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. ചൂട് കൊഴുക്കട്ടയായിരുന്നു, സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നമ്മുടെ എനിക്കൊക്കെ വല്ലപ്പോഴുമാണ് ഇങ്ങനത്തെ ഭാഗ്യമൊക്കെ ഉണ്ടാവുക, ഒന്നും ഉണ്ടാക്കാണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എവിടെ പോയാലും ഞാൻ തന്നെയാണ് മിക്കതും ഫുഡ് ഉണ്ടാക്കി ഞാൻ തന്നെയാണ് കഴിക്കുക. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഞാൻ തന്നെ. ഇനി വേറെ എങ്ങനെയും പോയാലും എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ മാത്രം കേട്ടോ അങ്ങനെ വെച്ച് കഴിക്കാതിരിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അമ്മ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും, റെഡിയാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ പോയി ഇങ്ങനെ ഞാൻ വല്ലപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വേറൊരാൾ ഉണ്ടാക്കി നമുക്കിരുന്ന് കഴിക്കാൻ പറ്റണത്. അങ്ങനെ ഒരു റെസ്റ്റ് എനിക്ക് കിട്ടാറേ ഇല്ല. വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ അമ്മ ഉണ്ടാക്കി ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ കൊടുന്ന് വെച്ച് തരുമ്പോൾ അതിരുന്ന് കഴിക്കുക. അത് ഞാൻ അങ്ങനെ എപ്പോഴൊന്നും പോയിട്ട് അങ്ങനെ പോവാറും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ചാൻസാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ കൂടെയൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അപ്പുറത്ത് പൂജുട്ടി ഷാജേട്ടനൊക്കെ ചായ കുടിക്കുന്നുണ്ട്. കണ്ണൻകുട്ടി ചായ കുടിക്കുന്നതിൻ്റെ മുന്നേ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു 3 മണിയൊക്കെ ആയപ്പോൾ ആൾ കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിക്കുള്ളത് അമ്മ തന്നയച്ചിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാടായി ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട്. പകലൊക്കെ നമ്മൾ മതി മറന്നുറങ്ങുക എന്ന് പറയില്ലേ, അതുപോലെ അത്ര ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പറഞ്ഞാൽ തീരാത്ത അത്ര ക്ഷീണം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒരു മിനിറ്റ് എനിക്ക് റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. വന്നോടത്തും പോയിടത്തൊക്കെ എനിക്ക് പണിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അത്ര കേടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പീരീഡ്സിൻ്റെ ടൈമും കൂടെ ആയതുകൊണ്ട് തന്നെ വല്ലാത്ത കേടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് വീട്ടിൽ എത്തിയാൽ വീട്ടിൽ എമ്പടി പണി വേറെ കിടക്കുക. അടിച്ച് വരയിട്ടില്ല, എന്ന് തുടച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. രാവിലെ നീറ്റപ്പാട് ഞാൻ പറഞ്ഞല്ലോ കുളിച്ചിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുക ചെയ്തത്. അപ്പോൾ ഇനി അതൊക്കെ ചെന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ടൈം വൈകി പോകും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങാൻ വേണ്ടിയിട്ട് റേഷൻ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ഒരൊറ്റ ട്രിപ്പിൽ കഴിഞ്ഞായിരുന്നു കേട്ടോ. എനിക്കതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. രാവിലത്തെ പെയിനും വേദനയും എല്ലാം കൂടെ ആയിട്ട് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടോ. അമ്മയുടെ അടുത്ത് നിന്ന് ചായയൊക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞു നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ എന്താ വിഡിത്തരം കാട്ടിച്ച് കഴിഞ്ഞാൽ പോകുമ്പോൾ റേഷൻ കാർഡ് എടുക്കുകയായിരുന്നെങ്കിൽ റേഷൻ അരി വാങ്ങി ഈ വലിയ മുളകും എടുക്കുകയാണെങ്കിൽ അവിടെ പൊടിപ്പിക്കും കഴിഞ്ഞിട്ട് ചെയ്തിട്ട് പോരായിരുന്നു. എനിക്ക് ഇവിടുന്ന് പകുതി എത്തിയപ്പോഴും ഓർമ്മ, അയ്യോ റേഷൻ കാർഡ് എടുത്താൽ മതിയായിരുന്നു, അവിടെ തന്നെയല്ലേ നമ്മൾ പോയി വാങ്ങണ്ട്. അപ്പോൾ പിന്നെ അത് ഓർമ്മ ഉണ്ടായില്ല, എടുക്കാൻ വേണ്ടി വിട്ടുപോയി. ഇനിയിപ്പോൾ ഏതായാലും പോയിട്ട് ഇനിയിപ്പോൾ ഇവിടെ തന്നെ അല്ലേ, ഇനി നാളെ പോകണമെങ്കിൽ ഞാൻ വേറെ വണ്ടി വിളിച്ചിട്ട് പോകണം. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും റേഷൻ കാർഡും ചാക്കൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കടുങ്ങാട് എത്തിയിട്ടോ പറഞ്ഞല്ലോ അല്ലേ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് പോയിട്ട് അരി വാങ്ങിയിട്ട് പോരണം. മല്ലി മുളകും ഞാൻ കയ്യിൽ വെക്കുന്നുണ്ട്. അവിടെ മില്ല് തുറക്കുകയാണെങ്കിൽ അതും കൂടെ പൊടിപ്പിച്ചിട്ട് വരാം. കറി വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങുക വേണം. നമുക്കിനി ഫുഡൊക്കെ വെക്കണം കേട്ടോ. ഇനി വന്നിട്ട് വേണം അടിച്ച് വയറിലൊക്കെ കഴിഞ്ഞ് നമുക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ അമ്പലത്തിൽ പാട്ട് വെച്ചു. അപ്പോഴേക്കും ഓടിപ്പോയി വരണം. ഇനി ഇത് നാളേക്ക് വെക്കണല്ലേ, നമുക്ക് പോയിട്ട് ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്ത് വരാം കേട്ടോ. പോയിട്ട് വരട്ടെ, 4 റേഷൻ വാങ്ങിയിട്ട് വരട്ടെ. അതൊരു ചെറിയൊരു വിഡ്ഢിത്തരം പറ്റിയതാണ്. കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നതാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഒപ്പം കഴിഞ്ഞിരുന്നു. ഒപ്പം പോവാ. ഇരട്ടിപ്പണി എന്ന് പറഞ്ഞ പോലെ പിന്നെ നമ്മൾ അങ്ങോട്ട് തന്നെ പോയി കേട്ടോ. കക്കഞ്ചിറക്കി നമുക്കിവിടെയാണ് റേഷൻ കട ഉള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നാണ് അരി വാങ്ങാറ്. ഇത് നമ്മൾ മല്ലിമുളകും പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഷീന എൻ്റെ ഫ്രണ്ടാണ്, നമ്മുടെ നാട്ടിലുള്ള കുട്ടിയാണ്. അപ്പോൾ അവളൊക്കെ നടത്തുന്നതാണ് കേട്ടോ ഈ മില്ല്. അപ്പോൾ അവിടെ വന്നിട്ട് പൊടിപ്പിക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അവൾ നിന്നില്ല. അവിടെയുള്ള താത്താനെയൊക്കെ വിളിച്ച് നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ. ഞാൻ വിചാരിച്ചു ഇന്നും ഇനിയിപ്പോൾ നമുക്ക് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന്. എന്താ വെച്ചാൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അടച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടെ വരുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ
അമ്മയൊക്കെ ഇവിടെ തന്നെയാണ് കൊടുന്ന് പൊടിപ്പിക്കാറ് കേട്ടോ. അപ്പോൾ താത്ത തുറന്നു പൊടിപ്പിച്ച് തന്നതുകൊണ്ട് വലിയ ഭാഗ്യം കേട്ടോ. അപ്പോൾ അവിടെ കയറി ഇരിക്കുകയാണ് കേട്ടോ ഞാൻ. എന്നാൽ പിന്നെ താത്തമാർ ഇങ്ങനെ ലേഡീസ് നടത്തണയാണേ, അതുകൊണ്ട് തന്നെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ വന്നിട്ടില്ല. അപ്പോൾ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തു. അതുവരെ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഇതിനിപ്പോൾ ഇന്ന് പൊടിപ്പിച്ചിട്ടില്ലെങ്കിൽ നാളെ ഞാൻ എന്തായാലും വണ്ടി വിളിച്ച് പോരേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടേക്ക് പോകേണ്ടി വരും, വൈക്കത്തൂർ. അതാണെങ്കിൽ നടന്ന് പോയി ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് വേണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ മല്ലി മുളകൊക്കെ പൊടിച്ച് നേരെ റേഷൻ കടയിലേക്ക് ചെന്നു. അവിടുന്ന് വിരലൊക്കെ വെച്ച് നമ്മുടെ അരി വാങ്ങാൻ വേണ്ടി നിൽക്കുക. ആദ്യം വെച്ചപ്പോൾ ഒന്നും റെഡി ആയില്ല. രണ്ടാമതൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ നിന്ന് പോസ്റ്റായിട്ടാണ് നമുക്ക് അരിയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ. അപ്പുറത്ത് ഷാജേട്ടൻ പിള്ളേർക്ക് മിഠായി നോക്കുന്നുണ്ട്. അപ്പോൾ ഏത് മിഠായിയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ വയറ്റിൽ ഒരു പൊടിക്ക് സ്ഥലമല്ലേ, അന്ന് നമ്മുടെ അടുത്ത് നിന്ന് ഫുഡ് കഴിച്ചേണ്ടാ തോന്നുന്നു, വയറൊക്കെ വിടുന്നതിനായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നിനോട് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പൂജയ്ക്ക് ഇനി ഏത് മിഠായി വേണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ നിന്ന് അവളെ വിളിച്ചു. അപ്പോൾ അവൾക്ക് വേണ്ട മിഠായി അവൾ മേടിച്ചു. ഞാനിപ്പോൾ ചോദിച്ചതല്ലേ, എല്ലാവരും എടുക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ട് പൂജയ്ക്ക് പറഞ്ഞു എന്നോടും കൂടെ എടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു കടിച്ചാപ്പറിച്ചി ഇല്ലേ, ആ മിഠായി കടിച്ചാപ്പറിച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ അങ്ങനെ പറയാം. ആ മിഠായി എടുത്തു കേട്ടോ, കണ്ണൻകുട്ടിക്കുള്ളത് മേടിച്ചേ. അങ്ങനെ അരിയൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അരിയൊക്കെ വാങ്ങി വന്നു കേട്ടോ. അരി വാങ്ങി മല്ലിയും മുളകൊക്കെ പൊടിപ്പിച്ചു. വീട്ടിലെത്തിയിട്ടുണ്ട്. നേരെ ഇപ്പോൾ 6 മണിയൊക്കെ ആവാറായി. കറണ്ടില്ല, ഫോണിൽ ചാർജില്ല. ഇനി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. ഇനി കറണ്ട് വന്ന് ചാർജൊക്കെ ആയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.